ഇത് വിയറ്റ്നാമിലെ ഒരു ഗ്രാമമാണ്. ബിൻ കി ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ടൂറിസ്റ്റുകളായാലും ഈ ഗ്രാമങ്ങളിലുള്ളവരായാലും മെയിനായിട്ട് എത്തുന്നത് ഫോട്ടോ എടുക്കാനാണ്. അത്രയ്ക്കും മനോഹരമാക്കി സൂക്ഷിക്കുകയാണ് ഇവിടം. വിയറ്റ്നാമിൽ എവിടെ നോക്കിയാലും നിറയെ പൂക്കളാണ് കാണുന്നത്. അതുപോലെ തന്നെ നെല്ല്, മറ്റു പച്ചക്കറികൾ അങ്ങനെയുള്ളവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന താമരയ്ക്ക് സമാനമായ പൂവ് നല്ല ഇല്ലേ കാണാൻ? ഇതിൻ്റെ ഇലയും കാണാൻ നല്ലയുണ്ട്. ഈ ഇലയുടെ ആകൃതിയിലുള്ള അതേപോലെയുള്ള ഒരു ഡമ്മി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര മുള്ളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുള്ളു കൊണ്ടു. ഇതിനിടയിൽ ചെറിയ ചെറിയ പാലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറുന്നത് കാണുമ്പോൾ എനിക്കെന്നെ പേടിയാവുന്നു. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും നല്ലൊരു ഗ്രാമത്തിൻ്റെ ഒരു ഫീലിങ്ങും അങ്ങനെയൊക്കെയാണ്. എല്ലാവരും വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ സൂര്യാന്തി വളർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ. അതിനിടയിൽ എന്തോ കൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കി. പക്ഷേ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് അത് നിന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വൈകുന്നേര സമയമായി എന്നുള്ളതിന് സൂചന കൊടുത്തതാണോ എന്നൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ഇനി അതിനുള്ള സൂചനയാണോ അതും മനസ്സിലായില്ല. ബർത്ത്ഡേ പാർട്ടികളും പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോ ഷൂട്ടും അങ്ങനത്തെയൊക്കെ എടുക്കാൻ നല്ലൊരു പറ്റിയ അറ്റ്മോസ്ഫിയർ തന്നെയാണിത്. പിന്നെ അവിടെ ഫുഡും ഉണ്ട്. ഫുഡ് എന്ന് പറയുമ്പം ഇവിടുത്തെ വിയറ്റ്നാമീസ് ഫുഡ് തന്നെയാണ് മെയിനായിട്ടുള്ളത്. വൈകുന്നേരം ബഫേ സിസ്റ്റമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും കൃത്യമായൊരു നിരക്കിൽ ഇത്ര പൈസ വെച്ചിട്ട് ബഫേ സിസ്റ്റം. ഉച്ചക്കാണെങ്കിൽ നമുക്ക് വേണ്ടത് പോയി കഴിക്കാം. അതിനുള്ള റെസ്റ്റോറൻറ്റുകളും സെപ്പറേറ്റ് അവിടെയുണ്ട്. പിന്നെ അവിടെ വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യുന്നതിനുള്ള തരത്തിലുള്ള പാട്ടുകളും ഡാൻസുകളും എല്ലാം അവിടെ തന്നെയുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടെ ഇതുപോലുള്ള കുറേ അധികം ക്രിയേറ്റിവിറ്റികളുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഗ്രാമത്തിൻ്റെ ഒരു ഫീലിംഗ് തന്നെയാണ് അവിടെ ഉള്ളത്.